ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിലോട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് പട്ടുവം കടവിലെ ഈ പുറകിൽ കാണുന്ന ഏഴോത്തിനടുത്തുള്ള കോട്ടക്കീൽ എന്ന ഗ്രാമത്തിലൂടെയാണ് ഇന്നത്തെ വീഡിയോ കടന്നു പോകുന്നത്. നമുക്ക് ഈ പ്രദേശത്തെ കുറച്ച് കാഴ്ചകൾ ഈ വീഡിയോയിലൂടെ കാണാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. കോഴിക്കോടല്ലേ കൊടുത്തുള്ള എന്റെ പുരുഷാട്ടാ മറ്റേ ഇതാ നീന്താറ് എത്ര വെള്ളത്തിൽ പിടിച്ചിട്ട പിന്നെ ബില്ല് കുത്തോട്ടെ. കേട്ടോ രാത്രി വന്നില്ലേ? രാത്രി ഒരു കാറിൽ വന്നിട്ടേ അല്ല ആ റോഡ് ടർഫ് കഴിഞ്ഞിട്ട് കോഴിക്കോട് നമ്മള് ഒന്ന് പോയിട്ട് ഒരു പഞ്ചായത്ത് എത്തില്ലേ അവരോളം വീട് പിടിച്ചിട്ട് അവിടെ ആ ദൂരെ കാണുന്നതാണ് കോട്ടക്കീൽ പാലം. ആ പാലത്തിൻ്റെ ഇപ്പുറത്തെ വശത്തുള്ള ഇവിടെയുള്ള കുറച്ച് കാഴ്ചകളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അത്രയും പ്രകൃതി രമണീയമായ സ്ഥലങ്ങളാണ് ഇവിടെ. നിങ്ങൾ ഒരിക്കലെങ്കിലും തീർച്ചയായും വരേണ്ട ഒരു സ്ഥലം കൂടിയാണ് ഈ കോട്ടക്കീൽ. പട്ടുവത്തിനും തളിപ്പറമ്പിനും പഴയങ്ങാടിയിലും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും മനോഹരമായ ഒരു സ്ഥലം കൂടിയാണ് കോട്ടക്കീൽ. അതതിനപ്പുറം വരുന്നില്ല മാരടാ, ഇങ്ങനെ പേടിക്കല്ല. പേടിക്കലടാ. ഇങ്ങനെ പേടിക്കല. പുഷ്പാട്ടം എടുത്ത് ചാടിപ്പോ പോത്ത് കുത്തി കേസ് അനുവേ നമുക്ക് ഇവിടെ പോയാലോ? ഇവൻ പറഞ്ഞേ അന്നത്തെ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. അങ്ങ് പോവാം. You can see straight through my life. Oh, there's something in my chest that I can't hide. When feelings get involved, I'm terrified. 'Cause I've been here before and said goodbye. Oh, are you the one when I try to look, I wish I'd find? Oh, how can I love when I've been hurt 100 times?
ഏഴോം ഭാഗത്ത് നിന്ന് വരുമ്പോൾ ഇടത്തേക്ക് ഉള്ള റോഡിലൂടെ വന്നാൽ നേരെ പഴയങ്ങാടിയിലേക്ക് എത്താൻ പറ്റുന്ന വഴിയിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇരുവശത്തും വളരെ മനോഹരമായ കാഴ്ചകളാണ്. വൈകുന്നേരങ്ങളിൽ ഇതിലൂടെ വന്നാൽ ഇത്രയും മനോഹരമായ കാഴ്ചകളൊക്കെ നമുക്ക് ആസ്വദിച്ചുകൊണ്ട് ഈ വഴിയിലൂടെ നമുക്ക് പോകാൻ വേണ്ടി സാധിക്കും. ഇതിലൂടെ നേരെ പോയാൽ നമ്മൾ പഴയങ്ങാടിയിലേക്കാണ് എത്തുക. ഇതിലൂടെ വഴിയാണത്. ഏഴോം ഭാഗത്തുനിന്ന് ഇടതുവശത്തേക്ക് വന്നാൽ ഈ വഴിയിലൂടെ നമുക്ക് പോകാം. ഈ റോഡിൻ്റെ ഇരുവശങ്ങളിലുമായിട്ട് അത്യാവശ്യം മീൻ പിടിക്കുന്ന ആളുകളെയൊക്കെ നമുക്ക് കാണാം. അത്യാവശ്യം മീനൊക്കെയുള്ള സ്ഥലങ്ങളാണ്. ചൂണ്ടയിട്ടിട്ട് ഇരിക്കുന്ന ആളുകളെയൊക്കെ നമുക്ക് ഇതിലൂടെ കാണുവാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നല്ലൊരു പ്രകൃതി വരദാനമായി നൽകിയ ഒരു പ്രദേശം തന്നെയാണ്. വൈകുന്നേരങ്ങളിൽ ഇവിടെ വന്ന് ഇരുന്നാൽ ഒരു പ്രത്യേകതരം ഒരു ഫീൽ തന്നെയായിരിക്കും. ഫോട്ടോ നോക്ക്. ഏത് ഫോട്ടോ? എന്ത് ഫോട്ടോ? വണ്ടി സൈഡാക്ക്. ആകാശം, പാണി, നടന്നോ നമ്മളെ മഴ വടക്ക് ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ്. നാലുപാടും വെള്ളത്തിൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലത്തിൻ്റെ നടുവിലൂടെ ഉള്ള വരമ്പിന്മേലൂടെയാണ് നമ്മൾ ഈ നടന്നു പോകുന്നത്. അപ്പോൾ ഈ വരമ്പിന്മൂടിയുള്ള വൈകുന്നേരങ്ങളിലെ ഈ ഒരു യാത്ര പ്രത്യേക ഒരു ഫീൽ തന്നെയാണ്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഒരു നല്ലൊരു സ്ഥലം തന്നെയാണ്. അപ്പോൾ ഇവിടെ വൈകുന്നേരങ്ങളിലുള്ള ഈ ഒരു യാത്ര നമുക്ക് കിട്ടുന്ന ഒരു പോസിറ്റീവ്നെസ് എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പം തന്നെ മനസ്സിലാകുന്നുണ്ടാവും. ഇതിൻ്റെ അപ്പുറത്തെ തെറ്റത്ത് അത്യാവശ്യം ആരൊക്കെയോ മീൻ പിടിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ആ മീൻ പിടിക്കുന്നതും കൂടി പോയി നോക്കാം. നമ്മുടെ നാടിൻ്റെ ഒരു അടുത്ത പ്രദേശം കൂടിയാണിത്. അപ്പോൾ ഇവിടേക്ക് വന്നതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് വെച്ചാൽ ഈ പ്രദേശം പിന്നെ നമ്മൾ ഈ ഭാഗത്തുള്ള ആളുകൾ മാത്രമേ ഇത് സന്ദർശിച്ചിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരെയും ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരം ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഇത്രയും ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ ഈ ഭാഗത്തൊക്കെ ഉണ്ട് എന്നത് നമ്മളൊക്കെ ഈ കാണിക്കുന്ന വീഡിയോയിലൂടെ നിങ്ങൾ അറിയണം എന്ന ഉദ്ദേശത്തോടെയാണ് ഇത്തരം വീഡിയോകൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. In my chest that I can't hide. When feelings get involved. ഇവിടേക്ക് വരുമ്പോൾ കുറച്ച് മീനും കൂടി പിടിക്കാം എന്ന രൂപത്തിൽ തന്നെയാണ് നമ്മൾ ചൂണ്ടയൊക്കെ എടുത്തിട്ടാണ് വന്നത്. പക്ഷേ ഇവിടെ നമ്മൾ കുറേ സമയം അപ്പുറത്തെ ഭാഗത്ത് ചൂണ്ടയിട്ട് കാത്തിരുന്നെങ്കിലും മീനൊന്നും പ്രത്യേകിച്ച് ചിലപ്പോൾ ഈ സമയത്ത് ഈ കാലാവസ്ഥയുടെ പ്രശ്നമായിരിക്കും, മീനൊന്നും കിട്ടിയിട്ടില്ല. എന്നാലും നമുക്ക് ഇത്തരം മനോഹരമായ ഒരു കാഴ്ച ഈ ഒരു വൈകുന്നേരങ്ങളിൽ നമുക്ക് അനുഭവപ്പെട്ടു. ആ അനുഭവം തന്നെയാണ് ഏറ്റവും വലുത്. നമ്മുടെ നാട്ടിൻ്റെ അടുത്തൊരു പ്രദേശമാണ്. നമ്മൾ വളരെ ദൂരേക്ക് 2-3 ദിവസമൊക്കെ എടുത്തിട്ട് ടൂർ പോകുന്ന ആളുകളൊക്കെ തന്നെയാണ്. അപ്പം നമ്മുടെ നാടിനടുത്തുള്ള ഇത്രയും മനോഹരമായ സ്ഥലങ്ങളൊക്കെ സമയമെടുത്തിട്ട് നമുക്ക് ഒന്ന് സന്ദർശിക്കാനുള്ള ഒരു ഇതും കൂടി ഈ ഒരു യാത്രയുടെ പുറകിലുണ്ട്. Careful with your pretty eyes and run with me. You're
'Cause you and I are a secret. കോട്ടക്കൽ പാലത്തിലൂടെ വന്നാൽ നമുക്ക് അത്യാവശ്യം ഇവിടെ ബോട്ട് ജെട്ടി ബോട്ട് കടവൊക്കെ ഉണ്ട്. അപ്പോൾ ആ ബോട്ട് കടവിൽ നിന്ന് തന്നെ നമുക്ക് ആ രൂപത്തിൽ ബോട്ട് സർവീസ് ഉണ്ട്. ഈ രൂപത്തിലുള്ള ചെറിയ ചെറിയ ബോട്ടുകളുണ്ട്, ഹൗസ് ബോട്ടുകളുണ്ട്. അത് മണിക്കൂറിന് ഇത്ര റേറ്റാണ്. ഓരോ ബോട്ടിനും ഓരോ തരത്തിലുള്ള റേറ്റാണ്. നമ്മൾ അതിൽ കയറി ഒരു റൗണ്ട് എന്ന രൂപത്തിൽ നമ്മൾ ആ ദൂരെ കാണുന്നതാണ് അതിൻ്റെ ബോട്ട് ജെട്ടി സൗകര്യങ്ങൾ. അവിടെ മിനി ഹാൾ ഉൾപ്പെടെ ഉണ്ട്. അത്യാവശ്യം വന്ന് നമുക്ക് ഈ പുഴയിലൂടെ ബോട്ടിൻ്റെ സൗകര്യം കൂടി ആസ്വദിക്കാൻ വേണ്ടി സാധിക്കും. You're coming up to me, fire lighting up the sky. Feel the ground shaking underneath, trying to take me alive. Get ready for the fallout. Can't stop me now. I got no rival. I'ma find my way through the blood and pain game of survival. Any time or place, watch 'em run away. I got none. I'll be standing on my own, never gonna take my throne. I got no rival. Watch 'em run away. I got no, no, no. I got no, no, no rival. No rival. You can see straight through my light. Oh, there's something in my chest that I can't hide. When feelings get involved, I'm terrified. 'Cause I've been here before and said goodbye. Oh, are you the one when I try to look, I wish I'd find? Oh, how can I love when I've been hurt 100 times? For you I'd give it one more try. Turn away and wrestle with my doubts. Oh, I leave them all. നേരത്തെ കണ്ട ആ കോട്ടക്കൽ പാലത്തിൻ്റെ മുകളിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഈ പാലത്തിൻ്റെ താഴെയുള്ള കാഴ്ചകളാണ് നമ്മൾ ഇതുവരെ കണ്ടത്. ഇവിടെ വെച്ച് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ആ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക.